ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, അതും ഒരു ലോങ് വീഡിയോ. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ക്യാബിൻ ക്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തത് എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. കാരണം കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറേ ഡിലേ ഉണ്ടായി, ക്ഷമിക്കണം അതിൽ. പക്ഷെ എന്തായാലും ഫൈനലി ഞാൻ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനായിട്ടാണെങ്കിൽ ഞാൻ ഒരു ഡിസംബർ ടൈമിലാണ് എൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഞാൻ കൊടുത്തത്. അന്ന് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ 23 ഇയേഴ്സ് ആയിരുന്നു. ഞാൻ ബാംഗ്ലൂർ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഞാനിങ്ങനെ കൊടുത്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നാലും എവിടെയോ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ജോബ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ കുറച്ച് 2-3-4 വർഷമായിട്ട് കോർപ്പറേറ്റ് ജോബ് ചെയ്ത് അങ്ങനെ മടുത്തപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഇനിയൊരു കരിയർ സ്വിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിലോട്ട് വരുന്നത്. ഇനി അധികം ഞാൻ എൻ്റെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എൻ്റെ വെന്യൂ വന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ. ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഇൻഡിഗോൻ്റെ കരിയേഴ്സ് വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും ഇൻക്ലൂഡിങ് എൻ്റെ CV എല്ലാം അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഏത് എയർലൈൻ ആണോ പ്രിഫർ ചെയ്യുന്നത് ആ എയർലൈൻ്റെ കരിയേഴ്സ് വെബ്സൈറ്റ് പോവുക. ഇപ്പോൾ ഇൻഡിഗോൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇൻഡിഗോൻ്റെ കരിയേഴ്സ് വെബ്സൈറ്റ് പോവുക. ഇൻഡിഗോൻ്റെ ഒഫീഷ്യൽ പേജ് പോയി കഴിഞ്ഞാൽ അടിയിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഞാനിവിടെ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കാം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നോക്കുക. അപ്പോൾ അങ്ങനെ കരിയേഴ്സ് പേജ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെയുള്ള അവർ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയും. അതിനനുസരിച്ച് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ CV അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് അവർ ചോദിച്ചത് കൊടുത്തിട്ടുള്ളത്. ഡോക്യുമെൻ്റ് ആയിട്ട് CV മാത്രമേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഉള്ളൂ. ഇപ്പം എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു വലിയ ഡിസ്ക്ലെയിമർ, ഇത് 2 വർഷം മുന്നേ കൊടുത്ത ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനെ പാസ് ഔട്ട് ചെയ്ത് വന്ന കുട്ടികളുടെ അടുത്തുനിന്നൊന്നും ഞാനൊരു എക്സ്പീരിയൻസ് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആരെയായിട്ട് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ അറിയില്ല. ഇത് എൻ്റെ ടൈമിൽ ഒരു 2 years ബാക്ക് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു, ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ആദ്യം ഞാൻ അവരുടെ കരിയേഴ്സ് പേജിൽ പോയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവരെന്നെ മെയിൽ ത്രൂ സെലക്റ്റഡ് ആണെന്നുള്ള ഒരു ന്യൂസ് അറിയിക്കുകയാണ് ചെയ്തത്. ആൻഡ് അതിൽ തന്നെ വെന്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ആ മെയിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാനതവിടെ കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്നെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അതിൽ തന്നെ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ്, എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, എന്താണ് ഡിസൈഡ് കോസ്റ്റ്യൂം എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് ഷർട്ടും ഒരു നീ ലെങ്ത് സ്കേർട്ടും അതേപോലെ തന്നെ സ്കിൻ കളർ സ്റ്റോക്കിങ്സും ആയിരുന്നു. ഷർട്ടിൻ്റെ സ്ലീവ് ഏകദേശം ഒരു ഇത്രയൊക്കെ വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏവിയേഷൻ റിലേറ്റഡ് ഒരാളെയും പരിചയം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ എനിക്കറിയില്ല. അപ്പം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് മാത്രമാണ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തതും. പിന്നെ കുറേ യൂട്യൂബ് ചാനൽസ് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടൊക്കെയാണ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച കുത്തിയിരുന്ന് പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹിന്ദി ബേസിക്കലി എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത്ര ഫ്ലുവൻസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇംഗ്ലീഷ് എനിക്ക് ഫ്ലുവൻ്റ് ആയിരുന്നു, ഇംഗ്ലീഷ് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. പക്ഷേ ഹിന്ദിയിൽ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ബേസിക്കലി നമ്മൾ പറയുമ്പോൾ കോൺഫിഡൻസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. നമ്മളെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അതാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല വെൽ ഗ്രൂംഡ് ആയിട്ട് പോയി. ഗ്രൂമിങ് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഗ്രൂമിങ് ചെയ്തു. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ഷർട്ട് പ്രിഫർ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ
ഡാർക്ക് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക് അതൊക്കെ ഒഴിവാക്കുക. കാരണം ഇൻഡിഗോ ഇപ്പോഴാണ് അവർക്ക് റെഡ് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിന് മുന്നേ 2 വർഷത്തിന് മുന്നേ അവർക്ക് ലൈറ്റ് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കും അവരുടെ മേക്കപ്പ് ലുക്കൊക്കെ അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഏത് എയർലൈൻ ആണോ പോകുന്നത് അവരുടെ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം എന്താ പറയുക റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഒരു നീറ്റ് ആൻഡ് സിമ്പിൾ മേക്കപ്പ് ലുക്ക്, പക്ഷെ നല്ല രീതിക്ക് നമ്മളെ പാടും എൻ്റെ കയ്യിലും കാലിലൊക്കെ ചെറിയ ചെറിയ പാടുകൾ, അതായത് വീണിട്ട് ഈ ചൊറിഞ്ഞു പൊട്ടിയ മാർക്സും അതേപോലെ തന്നെ മുറിഞ്ഞ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നല്ല രീതിക്ക് കയ്യിലും കാലിലും നല്ല രീതിക്ക് കൺസീൽ ചെയ്തിട്ടാണ് പോയത്. അതേപോലെ തന്നെ മുഖത്ത് വല്ല പാടുകളുണ്ടെങ്കിൽ അതും കൺസീൽ ചെയ്തിട്ട് നന്നായിട്ട് പോവുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ പോയപ്പോൾ അവർ ഇൻട്രൊഡക്ഷൻ റൗണ്ടായിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ അവരൊരു 10 പേരെ ആദ്യം തന്നെ ഉള്ളിലേക്ക് വിളിക്കും. HR ഇരിക്കുന്നുണ്ടാവും. ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയാണ്, റൗണ്ട് ടേബിളാണ്. അതിന് ചുറ്റും 10 ക്രൂ, അതായത് കാൻഡിഡേറ്റ്സ് ഇരിക്കുന്നുണ്ടാവും. HR അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. ഓരോരുത്തരോട് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയും. ഈ 10 ആൾക്കാർ, ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യണം, 10 ആൾക്കാർ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അത് നമ്മൾ എത്ര HR ക്യാച്ച് ആക്കാൻ പറ്റുമെന്ന് നോക്കണം. നമ്മളൊരു എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കാൻ നോക്കുക മാക്സിമം. കാരണം അതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പം മാക്സിമം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് പറയുക, ഒരുപാട് നീട്ടി വലിക്കാണ്ട്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഗ്യാപ്പ് വരുമ്പോഴാണ് നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻഡിഗോനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ, ഫൗണ്ടർ ഓഫ് ഇൻഡിഗോ, പിന്നെ അതേപോലെ തന്നെ ഏത് വർഷമാണ് ഇൻഡിഗോ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, പിന്നെ അതേപോലെ തന്നെ എത്ര എയർക്രാഫ്റ്റ്സ് ഉണ്ട് ഇൻഡിഗോക്ക്, ഏതൊക്കെ എയർക്രാഫ്റ്റ്സ് ആണ് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇൻഡിഗോൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ, കാരണം ഞാൻ വേറെ ഒരു എയർലൈൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ആൻഡ് ഞാൻ ഗോഡ് ഫോർബിഡ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ, ഫസ്റ്റ് ട്രയൽ തന്നെ ഞാൻ സെലക്റ്റഡ് ആയി. അപ്പോൾ അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്ഡ് അല്ലാത്തതുകൊണ്ടുമായിരിക്കാം. കാരണം എനിക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കിട്ടിയാൽ ഇത് കിട്ടി, ഇതിന് പോവാം, ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കിവിടെ വേറെ ജോലി ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഞാൻ ഇതന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഇൻ്റർവ്യൂവിന് പോകണം. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ഞാൻ മാത്രമേ അറിയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് തോന്നുന്നു അന്ന് എന്നെ നന്നായി പെർഫോം ചെയ്യാൻ സഹായിച്ചത്. ആൻഡ് ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ നമ്മൾ 1 മിനിറ്റ് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, 1 മിനിറ്റിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ മതി. അതിനകത്ത് നിങ്ങൾ ലാംഗ്വേജ് റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രാജുവേഷൻ, ഇപ്പം ഞാൻ ചെയ്തത് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജ് റിലേറ്റഡ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എന്നെ ഗ്രാജുവേഷനാണ് ചെയ്തതെന്ന് മെൻഷൻ ചെയ്യാം. അല്ലാതെ BCom ഫിനാൻസ് ആണ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ PhD എടുത്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഏവിയേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അത് വാലിഡ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്ന് വന്നാലും നിങ്ങളൊരു ഫ്രഷറായിട്ട് തന്നെ അവർ കണക്കാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ കസ്റ്റമർ സർവീസിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അതൊക്കെ ഒരു ആഡ് ഓൺ പോയിന്റ് ആണ്. കാരണം ഏവിയേഷൻ ഇസ് ബേസിക്കലി കസ്റ്റമർ സർവീസ്, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കസ്റ്റമർ സർവീസിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കാൻ എപ്പോഴും നോക്കുക. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, വൈ ദിസ് ജോബ് ആൻഡ് വൈ ഇൻഡിഗോ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 10-15 ലൈൻ ഉണ്ടായിരുന്നു. 1 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ്. അത് എനിക്ക് നല്ല പോലെ പറയാൻ പറ്റി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്. ഏറ്റവും കൂടുതൽ അവർ നോക്കുക ബോഡി ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ചിരി, ഒരു പ്ലെസൻറ്റ് സ്മൈൽ ത്രൂ ഔട്ട്. ഇൻ്റർവ്യൂ ഹാളിൽ കയറി അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഒരു പ്ലെസൻറ്റ് സ്മൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് റൗണ്ടിൽ അതിൽ നിന്ന് അവർ കുറച്ച് പിള്ളേരെ സെലക്ട് ചെയ്യും. ആ ഹാളിൽ വന്നിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ അവർ റിസൾട്ട്സ് അനൗൺസ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചെക്കിന് അവർ കൊണ്ടുപോകും. ആ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ചെക്കിൻ്റെ കൂടെ തന്നെ അവർ ബോഡിയിലുള്ള മാർക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കും.
അതെല്ലാം നോക്കി ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് അപ്രൂവൽ തരും. അങ്ങനെ അപ്രൂവൽ തരുമ്പോഴത്തേക്കും അന്ന് എനിക്കുണ്ടായിരുന്ന സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷനായിരുന്നു. ഞങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൊണ്ടിരുത്തി. ബേസിക്കലി എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിബേറ്റ് അല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ അടി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ക്യാബിൻ ക്രൂവിന് വേണ്ടാത്തൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നമ്മുടെ പോയിന്റ്സ് നമ്മൾ പറയാൻ ശ്രമിക്കുക. എന്ന് കരുതി മിണ്ടാതിരുന്ന് ഫുൾ കേൾക്കുക എന്നുള്ളതല്ല. നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം, പക്ഷെ വളരെ കാമൻ കമ്പോസ്ഡ് ആയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവർ നോക്കും. അപ്പോൾ ഞാൻ എൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ആളെ തോൽപ്പിക്കുന്ന രീതിയിൽ എൻ്റെ എതിർപ്പ് ഞാൻ കാണിക്കുകയല്ല ചെയ്തത്. മാന്യമായ രീതിയിൽ നല്ല വാക്കുകളോടും അതേപോലെ തന്നെ നല്ലൊരു സ്മൈലോടും കൂടെ എൻ്റെ ഡിസഗ്രിമെൻറ്റ് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഞാൻ എഗ്രി ചെയ്യുന്ന പോയിൻറ്റ്സും ഞാൻ വളരെയധികം വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി വേണം, കമ്മ്യൂണിക്കേഷൻ നല്ല പോലെ അവർ നോക്കും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ടൈമിലുണ്ടായിരുന്നത് 1-to-1 ആയിരുന്നു. അതായത് നമ്മളെ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂക്ക് തോന്നുന്ന എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാണ് ഈ ജോലി, അല്ലെങ്കിൽ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. എന്തൊക്കെ ചോദ്യങ്ങളാണ് കറക്റ്റായിട്ട് ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഓർത്തെടുത്ത് പറയാൻ അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ ജോലി, എന്തുകൊണ്ടാണ് ഇൻഡിഗോ, എന്താണ് ഈ ജോലിയിൽ കാണുന്ന സ്പെഷ്യാലിറ്റി, ഹൗ വെൽ ഡു യു ഫിറ്റ് ഇൻ ടു ദിസ് ഇൻഡസ്ട്രി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ റൗണ്ടിലും സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും അവർ വേറെ ആക്കി. സൗത്ത് ഇന്ത്യൻസിന് കംപ്ലീറ്റ് ഹിന്ദീൻ്റെ ഒരു റൗണ്ടും കൂടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ബേസിക് ഹിന്ദി അറിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉള്ളതുകൊണ്ടും, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പഠിപ്പിക്കാം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടും ഹിന്ദീൻ്റെ ഒരു റൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബേസിക്കായിട്ട് എൻ്റെ അടുത്ത് ഫാമിലീനെ പറ്റി പറയാനാണ് പറഞ്ഞത്. അത് ഞാൻ ഹിന്ദിയിൽ എനിക്ക് അറിയാവുന്ന ഹിന്ദി വെച്ചിട്ട് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെലക്റ്റഡ് ആയത്. സെലക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് അവരപ്പം തന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർ മെഡിക്കൽസിന് നമ്മളെ വിടും. അത് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് വിടുക. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ മെയിൽ ത്രൂ നമ്മളെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാന്നാണ് പറയുക. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെയിൽ വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ മെഡിക്കൽസ് ഉണ്ടായിരുന്നു. അവർ പറയുന്ന ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വേണം പോയിട്ട് നമ്മളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവരാണ് എക്സ്പെൻസ് എടുക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് മെഡിക്കൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പല ആൾക്കാർക്കും പല ടൈമിലാണ് കോൾ വരുന്നത്, ഓരോ ബാച്ചിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. എനിക്ക് ഡിസംബറിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് 3 മാസത്തിന് ശേഷമാണ് ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുള്ളത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എത്ര നാളായി, എനിക്കിതുവരെ കോൾ വന്നിട്ടില്ല. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരമാണത്. എനിക്ക് 3 മാസം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതന്നെ ഞാൻ കുറേ പ്രാവശ്യം അവർക്ക് മെയിൽ അയച്ചിട്ടും അങ്ങനെ എനിക്ക് പരിചയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുള്ള HR അവരുടെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് എനിക്ക് ഫൈനലി ഒരു കോൾ വന്നത്. പിന്നെ അവർ പിന്നെ അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ അവരുടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അധികം വലിച്ചു നീട്ടാണ്ട് പെട്ടെന്ന് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൂടുതൽ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് കോമൻസിലൂടെ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിനുള്ള ഉത്തരങ്ങളും മറുപടികളൊക്കെ പറയും. പിന്നെ എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് 2 വർഷം മുന്നേ ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പാറ്റേൺ ആയിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ കേട്ടു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല എന്നുള്ള കാര്യം ഇനി. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അവിടെ ഇൻ്റർവ്യൂവിന് പോയാലേ അറിയുള്ളൂ. ബട്ട് ബേസിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഗ്രൂമിങ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുക. എപ്പോഴും ത്രൂ ഔട്ട് ഒരു സ്മൈൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പോലെ ശ്രമിക്കണം. അതേപോലെ തന്നെ ലോങ് ഹെയറുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു ടിപ്പാണ് നല്ല ഒരു ബണ്ണ് ഉണ്ടാക്കുക നിങ്ങൾ. അതേപോലെ തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ടുള്ള ഒരുപാട് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഇടാണ്ട് നോക്കുക. അതായത് ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ കോസ്റ്റ്യൂം ആണെങ്കിലും അറ്റയർ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു ലൈറ്റ് കളേർഡ് അല്ലെങ്കിൽ ഒരു
ന്യൂഡ് ഷെയ്ഡ്സോ അല്ലെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സോ അങ്ങനത്തെയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ഹീൽസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഹീൽസ് വേണം. അതേപോലെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എലിജിബിലിറ്റീസും റിക്വയർമെൻറ്റ്സും ടു ബിക്കം എ ക്യാബിൻ ക്രൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. We meet next time with another beautiful video. I'll see you all. Bye bye.